ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മളിന്ന് യാത്ര പോവുകയാണ്. ഉത്രാളിക്കാവിലേക്കാണ് പോകുന്നത്. നമ്മുടെ മുത്തുമോളുടെ ചോറൂണ് കുറേ നാളായിട്ട് ഇങ്ങനെ മുടങ്ങി കിടക്കുകയായിരുന്നു. ഇപ്പോൾ അവൾക്ക് 1 വയസ്സ് കഴിഞ്ഞു. അപ്പം നമ്മളത് ചോറ് കൊടുക്കാൻ വേണ്ടി പോവുകയാണെന്ന്. അപ്പോൾ ഇന്ന് സാധാരണ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കൊക്കെ അവിടെ ഉണ്ടായിരുന്നു. എന്നാലും നല്ലൊരു പ്രത്യേക അറ്റ്മോസ്ഫിയറാണ്. പിന്നെ പൂരം പ്രമാണിച്ച് അതിൻ്റേതായിട്ടുള്ള തയ്യാറെടുപ്പുകളും കാര്യങ്ങളൊക്കെയാണ് അമ്പലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പൂരം ഫെബ്രുവരിയിലാണ്. അപ്പോൾ നമ്മൾ ഏതാണ്ട് അമ്പലത്തിലേക്ക് എത്തി. ഈ 2 വീലറിൽ പോകുന്ന കാരണം കൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ മോളേനെ പിടിക്കും വേണം, വീഡിയോ പിടിക്കും വേണം. അപ്പോൾ കുറച്ചധികം ബുദ്ധിമുട്ടുണ്ടായി. എന്നാലും സാരമില്ല, എന്നെക്കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ഞാൻ വീഡിയോ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അച്ഛനും മോനും കൂടെ അമ്പലത്തിലേക്ക് ചോറൂണിൻ്റെ രസീതിയാക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. നമുക്ക് ചോറ് കൊടുക്കാതെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല എന്നുള്ളതാണല്ലോ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ പുറത്ത് നിൽക്കുകയാണ്, അവരത് രസീതി എടുത്തു കൊണ്ട് വരുന്നവരെ. അപ്പോൾ ഇതാണ് നമ്മുടെ അമ്പലത്തിന് ഉള്ളിലേക്ക് കയറുന്നത്. അപ്പോൾ എൻ്റെ മുത്തുമോള് നടന്ന് പോയിക്കൊണ്ട് ചോറുണ്ണാൻ പോയൊരു കുട്ടിയായിട്ട് മാറും. കാരണം ചെറിയ കുഞ്ഞുങ്ങളെയാണല്ലോ നമ്മൾ ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ എൻ്റെ മുത്തുമോള് അവൾ തനിയെ നടന്നു പോയിട്ട് ദേവിയുടെ മാമുണ്ണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതാ ട്രെയിൻ പോണതൊക്കെ ഞാൻ കാണിച്ചു കൊടുത്തു. നമ്മളപ്പോൾ മാമുണ്ണ റെഡിയായി നിൽക്കുകയാണ്. മാമുണ്ണാനായിട്ട് നമ്മുടെ തിരുമേനി ഇല ഇട്ടു. അതിലേക്ക് നിവേദ്യച്ചോറും പായസമൊക്കെ വിളമ്പിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം അവർ പ്രസാദം തുടിക്കും. അതിന് ശേഷം നമ്മൾ തീർത്ഥം കൊടുക്കുന്നുണ്ട്. അപ്പോൾ തീർത്ഥം കൊടുത്തപ്പോൾ മോൾക്ക് ചെറിയ ചുമയും ജലദോഷമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവൾ ചുമ വന്നു. അതുകൊണ്ട് തന്നെ മാമുണ്ണാനായിട്ട് അവൾ കുറച്ച് മടി കാണിച്ചു. എന്നാലും മോള് ദേവിയുടെ മാമു കഴിച്ചു. അങ്ങനെ ഞങ്ങളുടെ മനസ്സും തൃപ്തിയായി. ഇന്നത്തെ യാത്ര പ്രതീക്ഷിച്ചതിലും അപ്പുറം നമുക്ക് സന്തോഷമാണ് ഉണ്ടായത്. കുറേ നാളുകൾക്ക് ശേഷം അമ്പലത്തിലേക്ക് പോകാൻ പറ്റി. കാരണം മോൾക്ക് ചോറ് കൊടുക്കാത്ത കാരണം കൊണ്ട് അങ്ങോട്ട് പോയിട്ടേ ഉണ്ടായിരുന്നില്ല. പോയിരുന്നാലും പുറത്ത് നിൽക്കുക തന്നെ നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും പോയി തൊഴുതു. ചോറൂണൊക്കെ ഭംഗിയായി നടന്നു. വേറെ ആരും കൂടെ ഉണ്ടായില്ല. ഞങ്ങൾ 4 പേര് മാത്രമാണ് പോയത്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ നന്നായി നടന്നു. പിന്നെ ഭണ്ഡാരത്തിൽ പൈസ ഇടാൻ 2 പേർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ 2 ആൾക്കും ഭണ്ഡാരം കണ്ടപ്പോൾ പൈസ ഇടണം. അപ്പോൾ അവരത് ചെയ്തു. ഇത്രയും നാളും പോണം എന്ന് വിചാരിക്കുക എന്നല്ലാതെ പോയിരുന്നില്ല. ഇപ്പോൾ പെട്ടെന്ന് രാവിലെ നമുക്ക് പോയാലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, റെഡി. അങ്ങനെ പോയി തൊഴുതു. മോളുടെ കാര്യങ്ങൾ നന്നായി തന്നെ നടന്നു. അപ്പോൾ എല്ലാം ഭംഗിയായി നടന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം ദൈവത്തിനോട് എന്താ പറയുക, നന്ദി പറയാണ് ഈ ഒരു ദിവസം നല്ലൊരു ദിവസമാക്കി തന്നതിന്. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് മടങ്ങും വഴി ഒന്നുകൂടി ഒന്ന് തൊഴുത് ഞങ്ങളവിടെ ആലിൻ്റെ ചോട്ടിലൊക്കെ ഇരുന്ന് മോള് അവിടെ ഒരു അങ്കിളുണ്ടായിരുന്നു. അങ്കിളൊരു ഉണ്ണിയപ്പം കൊടുത്തു. അത് കൈ പിടിച്ചിട്ട് അവിടെ ഇരിപ്പാണ്. അപ്പോൾ അധികം നേരം നിൽക്കാനുള്ള സമയമൊന്നും ഉണ്ടായില്ല. മക്കൾക്ക് വിശക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം അവിടെ നിന്ന് പോന്നു. പിന്നെ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ദിവസം നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.